evening and welcome to Super Prime Time Live Show 3 in 1 powered by Time Express Cargo. Gift sponsored by Olives Green Olives Beauty Salon and Ujala. Okay. Shanaz പാട്ട് പാടിയതാണോ? Okay. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് ദിവസമാണ്? ഇന്നൊരു വെനസ്ഡേ ആണ്. ഷെനാസ് എന്നെക്കാളും മുന്നോട്ട് ഓടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നൊരു വെനസ്ഡേ ആണ്. ഒരു വീക്ക് പറയുവാണെങ്കിൽ അതിന്റെ മിഡിൽ എത്തിയിരിക്കുക. ഈ 2 ദിവസം കൂടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവധി കിട്ടും. അവധി കിട്ടുന്ന വീക്കെൻഡിലേക്ക് നമ്മുടെ ഓണം ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുക. അടുത്ത ക്രിസ്മസ് വരെ ഓണപരിപാടിയുടെ ഇവന്റ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ പേരൊക്കെ 2-3 ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഓണസദ്യയാണ് മിക്ക വീക്കെൻഡിലും. കഴിക്കാത്തവർ ഈ വീക്കെൻഡ് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെയൊക്കെ കുറെ ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ കുറെ ചിന്തിക്കാനുള്ള കാര്യങ്ങളും നമ്മളെ കുറെ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതം, അല്ലേ ഷെനാസ്? തീർച്ചയായിട്ടും. ഓക്കെ, ഇത് ഷെനാസ്, ഇത് സിമി. ഓക്കെ, അപ്പൊ ഞങ്ങള് കോളേഴ്സിനെ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 0423. ബാക്കി നീ പറഞ്ഞു. 0423824991. ഓക്കെ, 91 ഷെനാസ് പറഞ്ഞത് നന്നായി. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്നോട്ട് വിളിക്കുക. നമ്മൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? എങ്ങനെ വിളിക്കാനോ? അല്ല, ക്വസ്റ്റ്യൻസ്. GK പറ. GK 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. GK ഉണ്ട്, മൂവീസ് ഉണ്ട്, പിന്നെ അതിനകത്തുള്ളതാണോ നീ പറയണേ? മൂവീസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, പാലുണ്ട്, കടലയുണ്ട്. അതാണ് ഓർമ്മ വരുന്നത്. എനിക്ക് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറി ഞാനിങ്ങനെ ഒരാൾ പറയുന്ന മോട്ടിവേഷണൽ സ്റ്റോറീസ് പറയുന്ന ഒരാൾ പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എല്ലാവരോടും പറഞ്ഞു തരാമെന്ന്. കോളേഴ്സ് പെട്ടെന്ന് വിളിച്ചു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്റെ കഥ കേട്ട് നിങ്ങൾ തീരുമാനമാകും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം പരുന്തുണ്ടല്ലോ, പരുന്ത് ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്ന നല്ല രസം, ഒരു പേടിപ്പെടുത്തുന്ന അല്ലല്ലോ. അപ്പൊ പരുന്തിന് ആക്ച്വലി ഓൾമോസ്റ്റ് 90 years വരെ ജീവിക്കാം. അതറിയായിരുന്നോ? അറിയാം. ഓക്കെ, പക്ഷേ ഈ ഒരു 35 years ഒക്കെ ആകുമ്പോഴുണ്ടല്ലോ അതൊരു അതിന്റെ ചുണ്ട് എന്താണ് ഇത് കൊക്കും അതുപോലെ അതിന്റെ ഫെദേഴ്സ് ഒക്കെ അതിനൊക്കെ ഇങ്ങനെ കൊഴിയുന്ന പോലെ ആകും. 35 ആകുമ്പോഴേ അതൊക്കെ പോവാറാണ്. അപ്പം ഇമാജിൻ, അപ്പൊ അത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? അത് എന്നിട്ട് തിന്നാനൊന്നും കഴിയില്ല എന്നാ പറയാ. അപ്പൊ അത് ഒരു കല്ലിലോട്ട് പറന്ന് എത്രയോ പോയിട്ട് ലോങ് ആയിട്ട് ഒരു പാറന്റെ മേലെ കുത്തി പൊട്ടിച്ചിട്ട് പിന്നെയും അത് തിരിച്ചു വരും. അതായത് അതിന് ഈ ചിറകിന്റെ ഫെദർ ഒക്കെ പുതിയതായിട്ട് ആഫ്റ്റർ 35 years ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് അതിന് തിരിച്ചു വന്നു കഴിയുമ്പം അതിന് പിന്നെയും ശക്തി കൂടുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫും അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ അങ്ങ് വളരെ നമ്മുടെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകല്ലോ. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ഉയർത്തി എഴുന്നേൽപ്പിക്കണം, എന്നാലേ നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഉയർത്തി എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു നല്ല രീതിയിൽ പറന്നുയരാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പോലെ അത് കേട്ടപ്പോ എനിക്കും തോന്നി ശരിയാണ്. നമ്മൾക്കും എല്ലാവർക്കും ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നവർക്കും എല്ലാവരുടെയും ലൈഫ് ഇപ്പൊ എപ്പോഴും ബെഡ് ഓഫ് റോസസ് ഒന്നും ആയിരിക്കത്തില്ല. വി ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഓർ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. ബട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് വേറൊരാൾ വന്ന് നമ്മളെ സഹായിക്കും അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഐ തോട്ട് ഐ ഷെയർ ദ സെയിം മെസ്സേജ് വിത്ത് യു ഓൾ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡിയാണ്. ഞങ്ങൾ 3 in 1 ആയിട്ട് വരുന്നത് എന്തിനാ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, നിങ്ങൾ ഹാപ്പി ആയിട്ട് സമ്മാനം മേടിക്കണം. നമ്മുടെ ഉജാലയുടെ സമ്മാനം ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ സമ്മാനം ഉണ്ട്. ഇതൊക്കെ നമുക്ക് തരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പിന്നെ ഈ ഒരു 1 hour അല്ലേ, 1 hour നമ്മുടെ കോളേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്നതും വലിയൊരു സന്തോഷം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? തിരുവോണത്തിന് എന്തൊക്കെയായിരുന്നു പരിപാടി? ഓണം അടിപൊളിയായിട്ട് ഇവിടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതല്ലേ. അപ്പം അക്കാഫിന്റെ പ്രോഗ്രാമിനൊക്കെ പോയിണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണം കഴിച്ചു പൊളിച്ചു അല്ലേ? അപ്പൊ ഓണത്തിന്റെ സിമിയുടെ ഓണം വിശേഷം പറയൂ. ഓണ ദിവസം എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. ഓണ ദിവസം നമ്മുടെ UBL ജാഫർ ഇടുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പുതിയ മൂവി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ
കുട്ടന്റെ ഷിനിഗാമി എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താണ് ഈ ഷിനിഗാമി, അത് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ UBL HD യൂട്യൂബ് ചാനലിൽ ജാഫ്രിക്കായിട്ടുള്ള എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ജാഫ്രിക്ക മാത്രമല്ല പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ രാജ് ഫിലിംസിലെ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നല്ലൊരു ജാഫ്രിക്കയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂക്കാലമാണ് ഉത്തരവായിട്ട് പറയുന്നത്. പാട്ടിന് പാട്ട്, പുള്ളിക്കാരൻ അതൊക്കെ ചെയ്യുന്ന ആളല്ലേ, അത് ചെയ്തു. അതുപോലെ തന്നെ he was requesting everyone that ചെറിയ ചെറിയ മൂവീസ് ആണെങ്കിലും എല്ലാവരും കാണണം, ഒത്തിരി പേര് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന കഥകളും എല്ലാം പറഞ്ഞു. ഞാനാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയ സമയത്ത് ഞാൻ ആലോചിച്ചു കലാഭവൻ ചേട്ടനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ സിനിമ പ്രൊമോഷൻ അല്ലേ, സിനിമയെ കുറിച്ച് തന്നെ പറയട്ടെ. പക്ഷെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ ഉണ്ടല്ലോ, ജാഫറിക്ക് വർത്താനം പറഞ്ഞു വന്നപ്പോ കലാഭവൻ ചേട്ടന്റെ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ടൊരു പാട്ട് പാടിയേ, അത് നല്ല രസമുണ്ട്. ഇവൻ ഈ കുട്ടന്റെ ശ്രീകാവി എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഒരു കൂട്ടുകാരൊക്കെ ചേർന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇന്ദ്രൻ ചേട്ടനും കൂടെ അഭിനയിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സിനിമയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നിട്ട് ഷിനിഗാമി എന്നാന്ന് ചോദിച്ചാൽ എന്നാന്നറിയോ? ഷിനിഗാമി എന്താ? ഷിനിഗാമി എന്തായിരിക്കും? എന്താണ് ഷിനിഗാമി? പേരായിരിക്കോ ഷിനിഗാമി, ശിവഗാമി ഒക്കെ പറഞ്ഞ. പക്ഷെ ഇതൊരു ജാപ്പനീസ് വേർഡാണ്, കാലൻ. കാലൻ അതായത് നമ്മളെ കൊണ്ടുവരുന്ന കാലം ഉണ്ടല്ലോ, അതാണ് ജാപ്പനീസ് വേർഡാന്ന് പറയുന്നത്. ഒരു ഡിഫറെന്റ് ലാംഗ്വേജ് പിടിച്ചതായിരിക്കും. ഓക്കെ, എനിവേ അപ്പൊ അതൊക്കെയായിരുന്നു ഒരു ഇത്. പിന്നെ സൗത്ത് ഇന്ത്യൻ മൂവി അവാർഡ്സ് ഇവിടെ ദുബായിൽ വെച്ച് നടന്നിരുന്നു, സൈമ അവാർഡ് നടന്നിരുന്നു. അതില് സ്റ്റാർ എൻക്ലോഷറിൽ പോയി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ എന്താ പറയുന്ന നയൻതാരനെ കണ്ടു, ഐശ്വര്യ റായിനെ കണ്ടു, ശിവകാർത്തികേയനെ കണ്ടു, ടോവിനോനെ കണ്ടു. ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പ്രൗഡായിരിക്കില്ലേ അങ്ങനെയല്ല എനിക്ക് തോന്നിയേ, ഇവരെ പോലെ എനിക്കും അങ്ങ് ആയാൽ മതിയായിരുന്നു തോന്നിയേ. എനിക്ക് അങ്ങനെയൊന്നുമല്ല, അഹങ്കാരമല്ല കേട്ടോ. നോ, വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് നമ്മൾക്ക് കുറെ ജന്മങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ടെങ്കിലും ചില ആൾക്കാരാണ് സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്നത് അല്ലേ. അതും നമ്മള് അവരെ പോലെ ആയി തീരാൻ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു മെസ്സി ആയിട്ടൊക്കെ ജനിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ ലോകത്തുള്ള ആൾക്കാർ മൊത്തം അവരെ അറിയാം അല്ലേ, റൊണാൾഡോ. അപ്പൊ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഗെയിംസിനകത്ത് ഇപ്പം ആർട്ടിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പം ഐശ്വര്യ റായ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കണ്ടുകൊണ്ടേനൊക്കെ കണ്ടപ്പോൾ എന്നാ രസമാണ് കാണാൻ. ഇപ്പോഴും ഷീ ഈസ് ബ്യൂട്ടിഫുൾ. പിന്നെ ഓഫ് കോഴ്സ് ഏജ് ആവും തോറും അതിനുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഷീ ഈസ് 50+ ഐ ബിലീവ്, ഐ ഡോണ്ട് നോ ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെതായ മുഖത്തൊക്കെ എഴുതുന്നുണ്ട്. നയൻതാര ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ അർജുനെ കണ്ടു കേട്ടോ. ഓ മൈ ഗോഡ്, തമിഴ് ആക്ടർ അർജുൻ ഇല്ലേ, അർജുനെ കാണണം കേട്ടോ. ഹി ലുക്സ് റിയലി ഗുഡ്, നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നു, യങ് ആയിട്ട്. ദെൻ ഐ ചെക്ക്ഡ് ഹിസ് ഏജ്, ഹി ഈസ് അറൌണ്ട് 62 വായിച്ചിട്ട് ഞാൻ പുള്ളിക്കാരനെ ഓരോരുത്തരെ നോക്കിയിട്ട് ഞാൻ 60 എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന, അവർ വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മലയാളത്തില് ജോജു ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ ഇതിലായിരുന്നു ആവേശത്തിലാണോ മറ്റേ ഒരു ആവേശം പോലൊരു തമാശ പടം വേറെ ഉണ്ടായിരുന്നല്ലോ, അർജുൻ അശോകൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ സിജു എന്ന് പറഞ്ഞൊരു പയ്യനില്ലായിരുന്നോ, ആ മൂവി തന്നെ. ആവേശമല്ല, അതിന് മുന്നത്തെ പടം അവരുടെ ആദ്യത്തെ രോമാഞ്ചം അതിലുണ്ടായിരുന്നു. ആ കോട്ട് ഊരാതെ എപ്പോഴും കോട്ടിട്ടോടെ നടക്കുന്ന ഒരു പയ്യനില്ലായിരുന്നു. ഒരു ഡിഫറെന്റ് രീതിയിലാണ് അവിടെ വന്നിരുന്നത്. അങ്ങനെ കുറെ പേരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, അവരെയൊക്കെ കണ്ടു. പേളിമാണിയായിരുന്നു അവതരിപ്പിച്ചത്. ഷി വാസ് സോ ഫണ്ണി. അപ്പം അടിപൊളിയായിരുന്നു അതൊക്കെ. അവരുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റി. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് പോയി സെൽഫി ഒക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. ബിക്കോസ് ഐ എം സിറ്റിംഗ് വിത്ത് ദം. ഐ വാസ് ലൈക്ക് ഷോയിങ് ആൻ ആറ്റിറ്റ്യൂഡ്. ഞാൻ ദുബായിലുള്ളൊരു ആക്ട്രസ് എന്നുള്ള ലെവലിൽ എടുക്കായിരുന്നു. വെറുതെ പൊട്ട തോന്നലിലൊക്കെ ഇരുന്നതാണ്. ബട്ട് എന്തോ ഒരു ചമ്മൽസ് അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇവന്റ് ഉണ്ടായിരുന്നു. ആ ഇവന്റിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു തള്ളി. അങ്ങനെ തിരുവോണം അടിപൊളിയായിരുന്നു. അവിടുന്ന് ഭക്ഷണം കിട്ടി. സിമിയുടെ ഓണം പൊളിച്ചു. ബിസി ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് രൂപയിലും വന്നു. സദ്യ കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു അജ്മാൻ അസോസിയേഷനിൽ പോയി കഴിച്ചു. എത്ര സദ്യ കഴിച്ചു? ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ. അവിടുന്ന് ഉച്ചക്കത്തെ പായസം കഴിച്ചു. 2 പായസം കഴിച്ചു. വൈറ്റ് കളറിലെ പായസവും പാലടയും കഴിച്ചു. അങ്ങനെ പായസവും ഒക്കെ കഴിച്ച് എല്ലാമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ യുബിയിലെ കോളേജ് അവിടെ പോയി നമ്മളെ വിളിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചോളൂ. 0423
0423822491 പെട്ടെന്ന് വിളിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്. 3 in 1, അതായത് 3 questions in 1 minute, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. 3 in 1. അപ്പോൾ ആ 3 questions നിങ്ങൾ എടുക്കുന്ന സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞ് എടുക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള 3 questions ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരും. അപ്പോൾ ഇനിയിപ്പോ ഷഹനാസ് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ചോദിക്കാലോ. എന്തെല്ലാം കാര്യങ്ങൾ കേക്കട്ടെ. ഷഹനാസ് വർത്താനം പറഞ്ഞ് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടാവുമ്പോ ഞാൻ സംസാരം കുറവാണ്. അങ്ങനെ പറയരുത്. കാണുന്നവര് ശരിക്കും ഞാൻ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെയല്ല, സിനിമ ഇവിടെ നിന്നല്ല, എവിടെ ആയാലും ഫുള്ള് സംസാരമാണ്. സംസാരിച്ച തീരില്ല. അതൊന്നും നമ്മൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. അയ്യോ എന്റെ ദൈവമേ. അല്ലല്ല, നീ പറ. കുട്ടി അല്ലല്ല അങ്ങനെയല്ല, എനിക്ക് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ കാര്യങ്ങൾ. ഇപ്പൊ സിനിമക്കാര നയൻതാരേനെ ഒക്കെ കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നയൻതാരേനെ അവിടെ കണ്ട ഉടനെ എല്ലാവരും, ചില ആൾക്കാർ ഒരു കോളർ ഉണ്ട് കേട്ടോ. ഹലോ 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 ഗുഡ് ഹലോ, ഇതാരാണ്? എന്റെ പേര് അലി എന്നാണ്. അലി, എന്നാ ഉണ്ട് അലി വിശേഷം? അൽഹംദുലില്ലാ, സുഖമായിട്ട് റാഹത്തായിട്ട് പോകുന്നുണ്ട്. എവിടുന്ന് വിളിക്കുന്നേ? ഒരു മിനിറ്റ്, ഞാൻ സംശയം ചോദിച്ചിട്ട്, എന്താ റാഹത്ത് എന്ന് പറഞ്ഞ മീനിങ്? റാഹത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല, ഗുഡ് റാഹത്ത്. അപ്പൊ അങ്ങനെ മറുപടി പറയണ്ടല്ലേ? അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്, അങ്ങനെയാണ് മറുപടി പറയുന്നത്. റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ കോട്ടയത്ത് എങ്ങനെയാ പറയാ റാഹത്ത് എന്ന് പറയുമ്പോ? ഐ മീൻ ഗുഡ്, നല്ലത്, സുഖം. ഓ, എന്നാ പറയാൻ എങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെ പറയാറുള്ളൂ, അങ്ങനെ പറയത്തുള്ളൂ. ഓ, എന്നാ പറയാനാന്നേ, ഇങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരും അടിപൊളിയാണെങ്കിൽ നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അലി എന്നാ ചെയ്തു? നേരത്തെ വിളിച്ചിട്ടുള്ളതാണോ നമ്മുടെ ചാനലില്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്. ആദ്യമായിട്ടാണോ ഞങ്ങളെ കാണുന്നേ? അതെ അതെ. ആഹാ. അലി എന്നാ ചെയ്യുന്നു ഇവിടെ? എവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അമേസിംഗ്. അലി പാട്ട് പാടോ? പാട്ടിന്റെ ഫ്രണ്ട് പാട്ട് പാടും. ഫ്രണ്ടിനെ കൊണ്ട് ഫ്രണ്ടിന്റെ പേരെന്തുവാ? ഫ്രണ്ടിന്റെ ഇല്ല, എന്റെ ഫ്രണ്ട് സുഖല്ല, ഞാൻ തന്നെ പാടാം. ഫ്രണ്ട് ഓടിയിട്ടുണ്ടോ? ഇല്ല, പാടിക്കോ. നമ്മൾ എന്താണേലും കാണുന്നില്ലല്ലോ, ടി വി കൂടെ കാണുന്നല്ലേ ഉള്ളൂ. അങ്ങ് അടിച്ചു പൊളിച്ച് കേൾക്കുന്നല്ലേ ഉള്ളൂ അല്ലേ? കേൾക്കുന്നല്ലേ ഉള്ളൂ. ഒരു പഴയ പാട്ടാണ്. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മുളാൻ. പാടിക്കോ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ലിറിക്സ് ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? എത്തുമ്പോൾ ചെവിയിൽ മുളാൻ ആണോ? ആദ്യം ഒടുവിൽ നീ എത്തുമ്പോൾ ചെറിയ എവിടെയോ, പക്ഷെ കുഴപ്പമില്ല. പാടിയല്ലോ, ഞങ്ങള് പറഞ്ഞോണ്ടില്. അലി, താങ്ക് സോ മച്ച്. കുറച്ച് മറന്നു എനിക്ക്. നോ പ്രോബ്ലം. നല്ല സോങ് ആണ് പാടിയത്, നല്ല അല്ല, പെട്ടെന്ന് പാടിയല്ലോ, അതാണ് ഒരു സ്മാർട്ട്നെസ് നമ്മൾ അളക്കുന്നത് കേട്ടോ. ഓക്കെ, അലി നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോടാണ്. കോഴിക്കോട്, നമ്മുടെ കോഴിക്കോടാണ്, മലബാർ. ഓക്കെ, അപ്പൊ ഓണസദ്യ കഴിച്ചോ? ഓണസദ്യ ഞങ്ങള് വീട്ടിലുണ്ടാക്കി കഴിക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ബാച്ചലർ റൂമിലാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും അവിടെ ഇരിപ്പുണ്ടോ? ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാരും ജോലി കഴിഞ്ഞ് എത്തുന്നുള്ളൂ. ഞാൻ നേരത്തെ എത്തി. ഞാനും എന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ റൂമിൽ. കൂട്ടുകാരന്റെ പേരെന്താ? കൂട്ടുകാരന്റെ പേര് മദ്നാൻ. മദ്നാനോ? യെസ്, മദ്നാൻ. ഓക്കെ, മലയാളിയാ മദ്നാൻ? അതെ, മലയാളിയാണ്. തിരുവനന്തപുരത്തുകാരനാണ്. ഡിഫറെന്റ് നെയിം ആണല്ലോ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന്. ഹലോ, കട്ടായോ? കോള് കട്ടായി പോയി കാണോ? ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു 3 in 1. അതല്ലേ നീ പറഞ്ഞോണ്ടിരുന്നത്? പെട്ടെന്ന് ഹലോയിലോട്ട് മാറി. ഹലോ, വെൽക്കം ബാക്ക് ടു 3 in 1. അതന്നെ പറയാം. ഓക്കെ, അപ്പൊ അത് ഷനാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് 3 in 1 ആയിട്ട് തിരിച്ചെത്തിരിക്കൊണ്ട് നമ്മളൊരു കുട്ടി ബ്രേക്ക് എടുത്തതാ. അപ്പൊ നമ്മള് വീണ്ടും വിളിക്കാം, പെട്ടെന്ന് വിളിക്കാം. ഞങ്ങളുടെ നമ്പർ കോളർ ഉണ്ട് കേട്ടോ. ഹലോ അലി.
അതെ എവിടെ പോയതാ ഇടയ്ക്ക്? ബ്രേക്ക് എടുത്തോ? നേരത്തെ കട്ടായി പോയി. നോ പ്രോബ്ലം. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെഡിയാണ്. അലി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയുമ്പോൾ എന്റെ അടുത്തുള്ള ആ വീല് പതുക്കെ കറങ്ങും. പെട്ടെന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണേ, അല്ലെങ്കിൽ അത് കറങ്ങി പൊട്ടിപ്പോവും. ഓക്കെ ഓക്കെ, പറഞ്ഞോ. പറഞ്ഞു. സ്റ്റോപ്പ്. മ്യൂസിക്. ടി വി കാണുന്നുണ്ടോ അവിടെ? ടി വി കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി സംസാരിക്കാതിരിക്കും. പാട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒരു തവണ കേൾപ്പിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, സൗണ്ട് വെച്ച് കേട്ടോളൂ. അത് കഴിഞ്ഞ് സൗണ്ട് കുറയ്ക്കണേ. ഓക്കെ ഓക്കെ. നടക്കത്തുണ്ടോ? അലിക്ക് സിയൂസൂഡ് ആണോ ഇറേവൻ ആണോ ട്രാൻസ് ആണോ? ഞാൻ വോളിയം കുറച്ച് വെച്ചുകൊണ്ട് കേട്ടില്ല. ഇപ്പൊ വോളിയം കൂട്ടിയുള്ളൂ. ഒന്നും കൂടി കേൾപ്പിക്കാൻ പറ്റുമോ? അയ്യോ, പെട്ടെന്ന് ഉത്തരം പറയണേ. പറഞ്ഞോ. ഞാനത് ഗസ് ചെയ്യാൻ ഞാൻ ശരിക്കും കേട്ടില്ല. ട്രാൻസ്. ഓക്കെ, ട്രാൻസ് ഒരു അടിപൊളി പടവാ, കാണാൻ നോക്കാം. സിയൂസൂൺ ആയിരുന്നു. ട്രാൻസ് കണ്ട പടങ്ങളല്ലേ? ഞാൻ കണ്ടോടെ 3 ഞാൻ കണ്ടോ. സിയൂസൺ ആയിപ്പോയി. അപ്പം അലി ഇനിയും വിളിക്കുക. 3 in 1 ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, കേക്കാവോ? ഹലോ, ടിവിയിൽ നോക്കാതെ നമ്മളോട് സംസാരിക്കാമോ? ടി വി ആയിട്ടുള്ള അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. എന്നാ ഉണ്ട്? നിങ്ങളെ കണ്ടു വിളിച്ചു. അപ്പൊ എന്തിയെ മാലിക് എന്തിയെ വന്നില്ലേ? ജിമ്മിലാണോ? ജിമ്മിലാണ്. ഓണത്തിന് എന്നായിരുന്നു പരിപാടി? എന്തൊക്കെ ഉണ്ടാക്കി? പച്ചടി, കിച്ചടി? ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. പുറത്തു പോയി മതി കേട്ടോ. അതാണ്, ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളൂ. അതെ. ഓണസാരി കൊടുത്തോണ്ടാണോ പുറത്തു പോയത്? ഇല്ല, പഴയ സാരി തന്നെ എടുത്തില്ല. ഓണസാരി ഇല്ല. സാരമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ, അങ്ങനെ പറയത്തില്ലേ? ഓണത്തിനെ കുറിച്ച് പറയുമ്പോഴേ പണ്ടത്തെ പഴഞ്ചൊല്ലുകളില്ലേ, അത് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കാണം വിറ്റും ഓണം ഉണ്ണണം. പിന്നെ ഞാൻ ഓർമ്മിച്ചത്. അത് ഞാനും ഓർത്ത്. അതാണ്, ഓണാവുമ്പോ എത്ര ഇല്ലെങ്കിലും അതൊരു ഐശ്വര്യല്ലേ. സത്യമായിട്ട് നമുക്ക് ജാതി മത ഭേദമന്യേ നമ്മൾ കൊണ്ടാടുന്നതാണ് അല്ലേ? ഇല്ലെങ്കിൽ നമ്മളത് സന്തോഷമായിട്ട് കൊണ്ടുപോകണം. സത്യമായിട്ട് ഒന്നും ഇല്ലെങ്കിലും ആ തിരുവോണത്തിന് എന്താ പറയുന്ന ഒരു സദ്യ കഴിച്ചില്ലെങ്കിൽ നമ്മളത് ഓർമ്മ കഴിച്ചില്ലല്ലോ. പിന്നെ ഇപ്പത്തെ ഒരു ഓർമ്മ എന്നാന്ന് വെച്ചാൽ അയ്യോ ഫോട്ടോ എടുത്തില്ലല്ലോ, റീൽസ് ഇട്ടില്ലല്ലോ. അയ്യോ അതൊക്കെ അമ്മ അങ്ങനെ എടുത്തില്ലായിരിക്കും. നമ്മൾ അങ്ങോട്ട് നിൽക്കുന്നു ഇങ്ങോട്ട് എന്തോ അല്ല, ഫോട്ടോ ഒന്നും എടുത്തില്ല. എടുക്കണ്ടേ? എടുത്താലും ഇടൂല. ഇടണ്ട, എടുത്താ മതി. ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കാണാനല്ലേ. ഫോട്ടോ എടുത്തു. ഓക്കെ. എന്നെ സംബന്ധിച്ച് ഈ ഫോട്ടോകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷങ്ങളും നമുക്ക് ഓർക്കാനൊക്കെ ചിലപ്പോ നമുക്കൊന്ന് ഇരിക്കുമ്പോ ഈ പടം നമ്മൾ അവിടെ വെച്ചെടുത്തതല്ലേ, ഇവിടെ വെച്ചെടുത്തതല്ലേ. നമ്മള് മാലിക്കിന് അങ്ങനെ വലിയ ഫോട്ടോ താല്പര്യമില്ല. എനിക്ക് എന്റെ മനസ്സിലായെന്ന് വെച്ചപ്പോ 2 വർഷത്തെ മുന്നത്തെ ഒരു ഫോട്ടോ എടുക്കുമ്പോ തന്നെ നമ്മളിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അന്ന് ഞാൻ തടിയാന്ന് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു, ഇപ്പൊ അതിലും വലിയ തടി വെച്ചു. അങ്ങനെയാ ഞാൻ. ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഓക്കെ, അമ്മ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, ഷൈനാസെ തുടങ്ങി. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. കറങ്ങിക്കോളൂ. കറങ്ങുന്നില്ല.
കറങ്ങിയിട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞോളൂ. സ്റ്റാർട്ട്. കറങ്ങിക്കോ. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. സ്പോർട്സ്. അപ്പം സ്പോർട്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡി അല്ലേ? ഓക്കെ, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പോസ് എടുത്ത്. ഓക്കെ. DFL ഇന്ത്യയിലെ ഏത് സംസ്ഥാനമായിട്ടാണ് ഫുട്ബോൾ കൊളാബറേഷൻ ചെയ്തത്? മഹാരാഷ്ട്ര, ഗോവ, ഒഡീഷ. ഗോവ. ഓക്കെ, നോക്കാം. മഹാരാഷ്ട്ര കേട്ടോ. ഊഹിച്ചു പറഞ്ഞതാണ്. സാരമില്ല, ഫുട്ബോൾ അല്ലേ പറയണതൊക്കെ എപ്പോഴും ശരിയാവാറുണ്ട്. അതെ, ഫുട്ബോൾ ഒക്കെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അറിയായിരിക്കും. അപ്പം ഞങ്ങളെ വിളിച്ചതിൽ ഒത്തിരി താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ശൈലാൻഡി. ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, കോളില്ല. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് പുതിയ സിനിമകളെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? അതെ, നീ ഏതാ കണ്ടേ ഇപ്പൊ ഓണം? ഓണമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ല. പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ കിഷ്കിന്ദ കാണ്ഡം അതിനെ കുറിച്ച് ഭയങ്കര റിവ്യൂസ് കേട്ടോ. ഭയങ്കര ഒരാളുടെ ഇപ്പൊ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ പറഞ്ഞു ദൃശ്യം കഴിഞ്ഞിട്ട് അടുത്ത ഭയങ്കര അടിപൊളി പടമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സോ ഭയങ്കര ഹൈപ്പാണ്. സോ അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വിജയുടെ പടം ഇതുവരെ കാണാൻ പറ്റിയില്ല. അത് കാണുന്നുണ്ട്. എന്നെ വലിയൊരു ഫാനാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ മാറ്റാറുണ്ട് കേട്ടോ. ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വിജയുണ്ട്. പക്ഷേ കൂടെ വേറെ ഉണ്ട്. ഹലോ. അപ്പം അങ്ങനെ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് ടോവിനോയുടെ എന്തോ ഒരു പടം ഉണ്ടല്ലോ, AR. അതെന്തുവാ പടത്തിന്റെ ഫുൾ ഫോം അറിയോ? അതറിയത്തില്ല. ടോവിനോ ഒക്കെ ആക്ച്വലി ദുബായിലായിട്ടാണ്. ഓ, അങ്ങനെ. അതുപോലെ ഇഷ്ടംപോലെ പടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഓണത്തിന് കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ OTT-ലും പിന്നെ കുറെ എണ്ണം ഇപ്പം എനിക്ക് നുണക്കുഴിയൊക്കെ വന്നെന്ന് തോന്നുന്നു. കാണണം. ഹലോ. എന്നാ ഉണ്ട് ഋഷാലെ വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഇവിടെ എന്നെ കളിയാക്കി. അപ്പം ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഓണമൊക്കെ അടിപൊളിയായിരുന്നു. ഓണത്തിന് മാവേലി വന്നോ? ഇല്ല, മാവേലി വന്നില്ല. നമ്മളൊരു സെലിബ്രേഷൻ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടെ പോയി സദ്യയൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. ആണോ? ഓണത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കുവേ ഓണക്കളികളുണ്ടല്ലോ, കുറെ ഓണക്കളികൾ. അപ്പൊ ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു ഓണക്കളി കളിച്ചത് ഓർമ്മയുണ്ടോ? ഇല്ല, ഓണക്കളി കളിച്ച ഓർമ്മയില്ല. നമ്മൾ അടുത്ത അമ്പലത്തിൽ പോയിരുന്നു. അപ്പം അവിടെ ഉറിയടി, വഴുക്കുമരം അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് ഉറിയടി. പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു ചന്ത പോലെ ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അവിടെ ഒരു സ്ഥലമുണ്ട്, കുന്തിപ്പുഴ, അതിന്റെ അടുത്ത് വെച്ചിട്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം എന്റെ വീട് മേപ്പാടിയാണ്. മേപ്പാടി എന്ന് പറഞ്ഞപ്പം ഈ ലാൻഡ് സ്ലൈഡ് അവിടെയാ? എന്റെ വീട് മേപ്പാടിയാണ്. അപ്പൊ ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് നിന്ന് എന്റെ വീട്ടിലേക്ക് 10 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഓ മാതാവേ. എന്നിട്ട് അവിടെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, നമ്മള് എന്റെ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പം അവിടെ മേപ്പാടി ടൗണിൽ ഒരു മാരിയമ്മൻ ക്ഷേത്രം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകും. അപ്പൊ വഴുക്കുമരം ഉണ്ടാവും. വഴുക്കുമരം ഭയങ്കര ഹര. വഴുക്കുമരം അറിയോ? വഴുക്കുമരം എന്ന് പറഞ്ഞാല് ഒരു വലിയ ഒരു ഹൈറ്റിലൊരു മുളയുടെ വാരി, അത് ഫുൾ ക്ലീൻ ചെയ്ത് അതിൽ ഫുള്ള് മെഴുക് മറ്റേ ഈ പോലീസുകാരുടെ ട്രെയിനിങ്ങിന് കാണിക്കുന്നതാണോ ഇങ്ങനെ? അല്ല, ഇതില് ഫുള്ള് നെയ്യൊക്കെ ആയിരിക്കും. മേലെ നല്ല ഹൈറ്റില് എന്നിട്ട് ഒരു ചെറിയ സഞ്ചിയില് പൈസ കെട്ടി വെക്കും. എന്നിട്ട് അതില് കേറിയിട്ട് ഇങ്ങനെ വഴുക്കി ഏറ്റവും രാത്രി ആവുന്ന വഴുക്കളൊക്കെ പോയി പിന്നെ എല്ലാരും മേലെ കേറി എടുത്തിട്ട് അതെടുക്കും. അടിപൊളി. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എവിടെയാ നാട്ടില്? മലപ്പുറം. ഓക്കെ. വയനാട് എപ്പോഴും വരാറുണ്ട്. എനിക്ക് എത്ര വന്നാലും മതി ആവാത്തൊരു സ്ഥലമാണ് വയനാട്. എവിടെ വരാറ്? കാണാൻ വരാറാ? അതെ, ഇടയ്ക്ക് വന്ന് 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് തിരിച്ചു വരും. ഓക്കെ. നീ എവിടെ പോയി സ്റ്റേ ചെയ്ത്? ഓരോ റിസോർട്ടില്. ആണോ? ഓക്കെ. അപ്പം വയനാട് ഞാനും വന്നിട്ടുണ്ട്. എനിക്ക് ബാണാസുര ഡാം കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് കോഴിക്കോട് മറ്റേ ചുരം ഉണ്ടല്ലോ നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെ നമ്മൾ പോയിട്ട് ഒരു വാട്ടർഫോൾ കാണാനാണോ? അങ്ങനെ അതിലൂടെ ഒക്കെ പോയി കുറച്ച് നാളായിട്ട്. ഓർമ്മയില്ല. പക്ഷെ മീൻമുട്ടിയോ? മീൻമുട്ടി മേപ്പാടിയാണ്.
മീൻമുട്ടി ഞാൻ അവിടെ താഴേക്ക് വന്നിട്ടല്ലേ നീ പറഞ്ഞത്? തുഷാരഗിരി. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കുറെ നാള് മുന്നേ കേട്ടോ, മേ ബി 5-6 years ബാക്ക്. പിന്നെ ബാണാസുര ഡാമിന്റെ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് കോഴിക്കോട് ചെന്നിട്ട് അവിടത്തെ മറ്റേ ഒരു കത്തിയ സ്ഥലം ഉണ്ടല്ലോ, എന്താണ് ഹൽവ ഒക്കെ കിട്ടുന്ന എന്താണ് സ്ട്രീറ്റ്. അതുവഴിയൊക്കെ ഇങ്ങനെ ഹൽവയൊക്കെ മേടിച്ച് നടന്നൊക്കെ ഞാൻ ഓർക്കുന്നു. ഭയങ്കര കോഴിക്കോട് മെയിൻ ഹൽവ. പിന്നെ അവിടെ പോയി ഒരു ബിരിയാണി ഒക്കെ കഴിച്ച്. എവിടുന്ന് കഴിച്ച ബിരിയാണി? ഇപ്പം വേറെ ഒന്നും കൂടി ഉണ്ട്, റഹ്മത്ത്. അതൊക്കെയാണ് പാരഗണിന്റെ ബിരിയാണി പൊളിയാ. ഞാൻ ബിരിയാണി ഒക്കെ കഴിച്ച് അന്ന് കുറച്ചിങ്ങനെ ബീച്ചിൽ പോയായിരുന്നോ? നോ, ഞാൻ വലിയ കാലിക്കറ്റ് പോയി കഴിഞ്ഞാ ബീച്ചിൽ ഞാൻ ബീച്ച് അത് അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എന്തോ കഴിഞ്ഞ പ്രാവശ്യം ബീച്ചിലേക്ക് പോയി, പിന്നെ മഴയായിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. കോഴിക്കോട് ബീച്ച് ഭയങ്കര രസമാണ്, നല്ല രസമാണ്. ഇപ്പൊ ഏത് ടൈമിൽ പോയിരിക്കല്ലേ, ഏത് സമയത്തും നമ്മൾ പെട്ടെന്ന് ഇപ്പൊ കോഴിക്കോട് വഴി വയനാടൊക്കെ പോയി മീൻമുട്ടിയിലൊക്കെ ചാടി ഇപ്പൊ ബാണാസുര ഡാമിൽ വന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കയറിയാലോ? കൊച്ചിൻ പക്ഷെ കാലിക്കറ്റ് ആണ് ഏറ്റവും കൊച്ചിനല്ല ക്വസ്റ്റ്യൻ പഴയ കൊച്ചിയല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല, ക്വസ്റ്റ്യനിലേക്ക് പോവാൻ അത് കൊച്ചിൻ ഹനീഫ് ഒരു സിനിമയില് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് പറയുന്നില്ലേ, ഓ കൊച്ചി എത്തി സലീംകുമാർ. സലീംകുമാർ കൊച്ചിക്കാരൊന്നും കേൾക്കണ്ട, നമ്മളിപ്പോ വളരെ സേഫ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഓക്കെ, പോവാം. എന്തായാലും നിങ്ങൾ ഓണപരിപാടികളൊക്കെ? ഓണത്തിന് മൊത്തം ഇവന്റ് ആയിരുന്നു. എനിക്ക് 3 പരിപാടീസ് ഉണ്ടായിരുന്നു, ബാക്ക് ടു ബാക്ക് അറ്റൻഡ് ചെയ്യുന്നു. ഷെനാസും ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എവിടെയായിരുന്നു നിങ്ങൾ ഇവന്റ്? നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ ഒരെണ്ണം അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനില്, ഒരെണ്ണം UBL നമ്മുടെ ജാഫർ ഇടുക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇന്റർവ്യൂ തിരുവോണത്തിന്റെ അന്നായിരുന്നു. അത് യൂട്യൂബിൽ അവൈലബിൾ ആ. ഇറ്റ് വാസ് ഗുഡ് കേട്ടോ, ഹി വാസ് സോ ഗുഡ്. നല്ലതായിട്ട് സംസാരിച്ചു, ഈസി ആയിരുന്നു എനിക്ക് ജോലി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സൈമ അവാർഡ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോയി. അതിന്റെ അപ്പുറത്ത് തന്നെയായിരുന്നു അക്കാഫിന്റെ തൊട്ടിപ്പുറത്തുള്ള ട്രേഡ് സെന്ററിലല്ലേ? അപ്പുറത്തെ ഭാഗത്ത് ട്രേഡ് സെന്ററിൽ എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ വന്നില്ല ട്രേഡ് സെന്ററിൽ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സദ്യക്ക് ഏകദേശം 4 മണിക്ക് സദ്യ കിട്ടിയേ. എനിക്ക് ഈ പ്രാവശ്യം മറ്റേ അജ്മാൻ അസോസിയേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം തന്നെ സദ്യ കിട്ടി. 12-1 മണി ആയപ്പോഴേ ഞാൻ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അക്കാഫിന് പോയി ക്യൂ നിന്ന് പോവാൻ ക്യൂ നിന്ന് ഒരു 2 hours ക്യൂ ആയിരുന്നു. അത്രയും ആൾക്കാർ സദ്യ എന്ന് പറയുമ്പോ അതില് കറിയൊക്കെ തീർന്നായിരുന്നു, പായസം. കംപ്ലൈന്റ് പറയണ്ട, ഇവന്റുകാരെ വിളിക്കും. അതെ, അതെന്നറിയോ, എനിക്കൊന്ന് വേറെയും അവരുടെ ഇവന്റ് വരാനുണ്ട്, വേറെ കാഫിനാണ് തോന്നുന്നത്. അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാൻ അക്കാഫിന് സ്ഥിരമായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. ആ ഇവന്റ് നടക്കുന്നത് നമ്മുടെ ഒക്ടോബർ 13-നാണെന്നാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. HCT കോളേജ് യെസ്, അല്ലാതെ ആ ഭാഗത്താണെന്ന് തോന്നുന്നു, അതിന്റെ ആണെന്ന് തോന്നുന്നു. യെസ്, HCT കോളേജ്. അത് കറക്റ്റ് അറിയത്തില്ല, ചെക്ക് ഔട്ട് വെബ്സൈറ്റ് അവരുടെ പേജ്. അല്ല, ഈ പ്രാവശ്യം ആ ദിവസം ഞാൻ വേറെയാണ്. എനിക്കത് നമ്മൾ പല ഇവന്റ്സുകളായതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതാം. ഓക്കെ, ഐ വിൽ മെസ്സേജ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹലോ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, ഞാനോ? ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. റിഷാനെ വിളിക്കുമ്പോഴാണ് അതെനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പൊ GK ആണ്. ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഐസ് ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കളിയാണ്? കാനഡയാണോ? ഐസ് ഹോക്കി കാനഡ, ഹോളണ്ട്, സ്പെയിൻ. റിയലി? നോക്കാം. കാനഡയാണോ, ഹോളണ്ട് ആണോ, സ്പെയിൻ ആണോ? എല്ലായിടത്തും അത്യാവശ്യം ഐസ് ഉണ്ടോ? സ്പെയിനിൽ ഞാൻ പോയപ്പോ ഇല്ലായിരുന്നു, ഹോളണ്ടിൽ ഞാൻ പോയിട്ടുണ്ട്, കാനഡയിൽ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, കാനഡയാണ്.
ക്വസ്റ്റ്യൻ ഇതിൽ പോകാത്ത രാജ്യം ഏതാണെന്നാണോ ക്വസ്റ്റ്യൻ? അല്ലല്ല, ഞാനത് നോക്കിയതാ. ഞാൻ പക്ഷെ സമ്മർ ടൈമിലാ പോയത്, അപ്പൊ ഞാൻ ചെന്നപ്പം അവിടെ ഇല്ലായിരുന്നു. ഹോളണ്ടിലും സ്പെയിനിലും ഇല്ല, അങ്ങനെ ഇല്ല. സ്പെയിനിലില്ല. കാനഡ കറക്റ്റ് ആൻസർ ആണല്ലോ. അതെ ആണല്ലോ, ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ജികെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കേ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ബ്ലാക്ക് വിഡോ. കരിവണ്ട്, കൊയൽ, കൊമ്പൻ ചെല്ലി, ചിലന്തി. ബ്ലാക്ക് വിഡോ ഇതിൽ ആരാണ്? പെട്ടെന്ന് പറ. കരിവണ്ട്. ബ്ലാക്ക് വിഡോ. ഈ കൊമ്പൻ ചെല്ലി എന്താ സംഭവം? സോറി, ചിലന്തി ആയിരുന്നു. ചിലന്തി. കൊമ്പൻ ചെല്ലി എന്താ സംഭവം? ഈ തെങ്ങി വരുന്ന സാധനം അത്രേ കൊമ്പൻ ചെല്ലി. തെങ്ങ് നാശാക്കുന്ന സാധനം. അതാണ് കൊമ്പൻ ചെല്ലി. കൊമ്പൻ ചെല്ലി വരെ നമ്മൾ ഓർപ്പിച്ചില്ലേ ഇപ്പം 3 in 1 വിളിച്ചത്. കൊമ്പൻ ചെല്ലി ഇപ്പൊ നോക്കി ചിരിക്കുമായിരിക്കും. എന്റെ പേര് വരെ വന്നു. ഓക്കെ, താങ്ക് യു റിഷാൽ. പിന്നെ വിളിക്കാം കേട്ടോ. താങ്ക് യു റിഷാൽ. ബൈ ബൈ. ഹലോ 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 മാലിക്കേ. മാലിക്. എന്നാ ഉണ്ട്? ജിമ്മിൽ എതുവരെയായി? സുഖം. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ജിമ്മിൽ? ജിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. ചാടുവാണോ? കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ് ഇറങ്ങി. അമ്മ പറഞ്ഞായിരുന്നു ഓണത്തിന് നിങ്ങൾ പുറത്തു പോയി കഴിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനേ മാലിക്കിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ചോദിക്കാം. ഏതൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞു? ഏറെ കണ്ടു. ഏറെ കണ്ടു. പിന്നെ മറ്റേ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കിഷ്കിന്ദ കാണ്ഡം ഞാൻ കണ്ടില്ല. ആണോ? ഭയങ്കര അഭിപ്രായമല്ലേ? മാലിക്ക് പെട്ടെന്ന് പോയി കാണുന്നിട്ട് റിവ്യൂ പറയും. നീ വിളിക്കും. നല്ല പടമാണെന്ന് റിവ്യൂ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. ARMനെ കുറിച്ച് 2 വാക്ക്. ARM നല്ല പടമാണ്. നല്ല പടമാണ്. മാലിക് അങ്ങനെ നല്ല പടമാണ്. സസ്പെൻസ് ഉണ്ട്. ഇപ്പൊ പൊട്ടിക്കാക്കൂല. എന്തോ നെവർ അത് ചെയ്യരുത് കേട്ടോ. ഞാൻ പൊട്ടിക്കുന്ന മെയിൻ ആളാ. പക്ഷെ യു ഡോണ്ട് ഡു. മാലികേ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇപ്പൊ ജിമ്മിലാണോ അതോ പുറത്തിറങ്ങിയോ? അല്ല, ജിമ്മ് കഴിഞ്ഞ് ഇറങ്ങി. ആണോ? ഇപ്പൊ രാത്രി എന്ത് കഴിക്കാനാ പ്ലാൻ? രാത്രി പൊറോട്ടയും ചിക്കൻ കറി. ജിമ്മ് കഴിയുമ്പോ കഴിക്കാൻ പൊറോട്ടയും ചിക്കൻ കറി ലൈറ്റ് ആയിട്ട് കഴിച്ചു പൊറോട്ട. ഇത് ഗ്രേവി ഇല്ലാതെ ചിക്കൻ കറി, ഗ്രേവി ഇല്ലാത്ത ചിക്കൻ പീസ് മാത്രം, ഒരു പൊറോട്ടയും. ഞങ്ങളുടെ പാവം നിരഞ്ജൻ ചേട്ടനും ടോണി ചേട്ടനും ഒക്കെ അവിടെ ഇരുന്ന് പൊറോട്ടയും ചിക്കൻ കറിയും. പൊറോട്ടയും ബീഫും അല്ലേ ഇഷ്ടം? പൊറോട്ടയും ബീഫും അല്ല, എന്റെ വീട്ടിൽ ചിക്കൻ അതല്ല, പൊതുവെ പൊറോട്ടയും കോമ്പിനേഷൻ ബീഫാണ് ഇന്ന് നമ്മുടെ ഭക്ഷണം അതാ കേട്ടോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. കറങ്ങട്ടെ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. കറങ്ങി. അയ്യോ പാവം. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ് പറഞ്ഞതിൽ തീരുമാനമോ? അപ്പം സ്റ്റോപ്പ്. ജികെ വന്നു. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തിന്റെ സമ്മാന തുക എത്രയാണ്? 11 ലക്ഷം, 10 ലക്ഷം, 8 ലക്ഷം. 11 ലക്ഷം. 11. ഓക്കെ, എനിക്കും അറിയത്തില്ല. നമുക്ക് നോക്കാം 11 ലക്ഷമാണോ. ജ്ഞാനപീഠത്തിന്റെ സമ്മാനം എത്ര കിട്ടും? ആണോ? നമുക്ക് നോക്കാം. ഇത് എനിക്കറിയാം 10 ആയിരിക്കും ചിലപ്പോ. ഉത്തരം ഏതാന്ന് നോക്കാം കേട്ടോ. 11 മാലിക്ക് പറഞ്ഞതേ. നമ്മൾ ഇവിടുത്തെ ഒരു ചോയ്സ് വെച്ചിട്ട് 11 കറക്റ്റ് ആയിരുന്നു. ആദ്യത്തെ ഉത്തരം കറക്റ്റ്. എങ്ങനെ മാലിക്ക് 11 അറിയുന്നേ? ഇത് ജസ്റ്റ് എവിടെ കേട്ടിട്ടുണ്ട്. പിന്നെ ജ്ഞാനപീഠത്തിന്റെ സമ്മാനത്തുക വരെ കേട്ടിട്ടുണ്ടല്ലേ? സമ്മതിക്കണം. ടോണി കമ്പ്യൂട്ടർ കേട്ടല്ലോ. ജ്ഞാനപീഠത്തിന്റെ സമ്മാനം വരെ മാലിക് പഠിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പെട്ടെന്ന് പറയണേ. സ്റ്റോപ്പ് പറഞ്ഞില്ലേ ഞാൻ പറയും. ജികെ. വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത് ആര്? റേ ടോംലിൻസൺ, ടി ബെർണേഴ്സ്-ലീ, ലിനസ് ടോർവാൾഡ്സ്. ഇത് അറിയാവുന്ന ഉത്തരമായിരിക്കും. വേൾഡ് വൈഡ് ഓപ്ഷൻ ലോക്ക് ചെയ്യട്ടെ? യെസ്. ഓക്കെ, ലോക്ക് ചെയ്തു. നോക്കാം. കറക്റ്റാ. കറക്റ്റ്. അതെനിക്കറിയാവുന്ന ഉത്തരമായിരുന്നു. ശരിക്കും? പിന്നെ ഞാൻ കമ്പ്യൂട്ടർ ടീച്ചർ അല്ലേ?
ഓക്കെ, നമുക്കപ്പോ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാ മാലിക്ക് എല്ലാ ഉത്തരം ഇങ്ങനെ അറിയുന്നത്? ഓക്കെ, സ്റ്റോപ്പ് പെട്ടെന്ന് പറ. പറഞ്ഞല്ലോ. സ്റ്റാർട്ട് കറങ്ങിക്കോട്ടെ വീലെ. ഞാനാ പറയാം. സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ് സിനിമ പറയും. പോളിറ്റിക്സ്. രാഷ്ട്രീയപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, അരവിന്ദ് കെജ്രിവാൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നോ? മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് വേറെ ഏതോ വനിതാ മുഖ്യമന്ത്രി വന്നല്ലോ. ആന്നല്ലോ, അതെല്ലാം അറിയുന്നുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞു, ഞാൻ അപ്ഡേറ്റ് ചെക്ക് ചെയ്തതാണ്. വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? 1809, 1708, 1817. Once again, 1809, 1708, 1817. ഏതാണ്? 1708. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കേ, ബട്ട് 1809 ആയിരുന്നു. എങ്ങനെയാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കഷ്ടപ്പെട്ട് വന്നു, തോറ്റുപോയി. പക്ഷേ യു ആർ അമേസിംഗ്. മാലിക്കിന്റെ അമ്മയും ജനറൽ നോളജ് ആൻഡ് ദേ ഡോണ്ട് ചെക്ക് എനി ഫോൺ. അത് ഉറപ്പാണ്. ഫോണോ ഒരു മെറ്റീരിയൽ നോക്കാതെ ഉത്തരം പറയുന്ന നമ്മുടെ 2 കോളേഴ്സ് ആണ്. റിയലി അപ്രീഷിയേറ്റ് മാലിക്കെ. അപ്പൊ ഹാപ്പി ഓണം ഒന്നും കൂടെ. ക്രിസ്മസ് വരെ ഹാപ്പി ഓണം പറയും. ഓക്കെ, അടുത്ത കോളർ. ഹലോ, കോളില്ല. അപ്പം വേലുത്തമ്പി തള്ളവേടെ എന്തുവായിരുന്നു ക്വസ്റ്റ്യൻ? വേലുത്തമ്പി കുണ്ടറ വിളംബരം. അതൊക്കെ ഇയറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർത്തിരിക്കാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് എന്തായിരുന്നു ഇയേഴ്സ് ഓർത്ത് വെക്കാൻ. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെക്കും. ബാക്കി എന്തെങ്കിലും ഒന്ന് എഴുതി ഒന്ന് ജയിച്ചാൽ മതിയെന്നായിരുന്നു. അല്ലേ? എന്തുമാത്രം പഠിച്ചേക്കുന്നത്, വല്ല ഉപകാരം ഉണ്ടോ? എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ എപ്പോഴും ഓർക്കും സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ വലിയ ആവശ്യമുള്ള കാര്യമായിരുന്നു. അതൊക്കെ അങ്ങനെ ഞാനും ചിന്തിക്കാറുണ്ട്. ആണോ? അതൊക്കെ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ വലിയ പഠിക്കുന്നതല്ലല്ലോ നമ്മള് പിന്നീട്, അല്ലേ? ജനറൽ ആയിട്ടുള്ള ഒരു ബുദ്ധി വിവരമൊക്കെ വേണം. എന്നാലും ഈ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് ബുദ്ധി വളർന്ന് നമുക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ വഴിക്ക് പോയെങ്കിലോ, വലിയ കോസ് തീറ്റയും സൈൻ തീറ്റയൊക്കെ ആയിട്ട് മാറിയെങ്കിലോ. ബട്ട് അത് യൂസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്കറിയാം യൂസ് ചെയ്യുന്നവരെ. ബട്ട് ഞാൻ പഠിച്ചത് വെറുതെ ആയിപ്പോയി. ഓക്കെ, എനിവേ പഠിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ ഈ പറയുന്ന തമാശക്കാണ്, പഠിക്കേണ്ടതെല്ലാം പഠിക്കണം. അതൊക്കെ പഠിച്ചാലേ നമുക്ക് ബുദ്ധി വളരത്തുള്ളൂ. നമ്മുടെ ബ്രെയിനിന് ശരിക്കും വർക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. വർക്ക് കൊടുത്തില്ലെങ്കിൽ ശരിക്കും ഭയങ്കര സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു എഡ്യൂക്കേഷൻ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പം അവര് പറഞ്ഞു തരുവാണ്, ഈ കുഞ്ഞു പിള്ളേരില്ലേ അവരെ നമ്മൾ എപ്പോഴും പറയും സിറ്റ് സ്ട്രെയിറ്റ്, ഫോൾഡ് യുവർ ഹാൻഡ്സ് ഒക്കെ നമ്മൾ ഭയങ്കര ഇതായിട്ട് നിർത്തത്തില്ലേ. ആക്ച്വലി അത് ചെയ്യാൻ പാടില്ല. അത്രേ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഏത് പോസിലാണോ അവർക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളത് അതുപോലെ അവർക്ക് ഇരിക്കാം. നമ്മൾ അത് കൺട്രോൾ ചെയ്യുമ്പം അവരുടെ ബ്രെയിനിനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്, അവരുടെ തിങ്കിങ് ഇത് ചെയ്യുന്നത്. തീരെ കുഞ്ഞുങ്ങളെ പറയുന്നത്, ഒരു 7 താഴോട്ടുള്ള. എന്നിട്ട് അവർ പറയാണ് ഏറ്റവും നന്നായിട്ട് ഇൻ ബിറ്റ്വീൻ ബ്രേക്സിൽ ഈ ഡാൻസ് മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അതാണ് അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടത്. ബിക്കോസ് ഈ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 2 ലെഫ്റ്റ് ടു ദ സൈഡ്, ലെഫ്റ്റ് ഹാൻഡ്സ് ടു ദ സൈഡ്, ഇങ്ങോട്ട് നമ്മളിങ്ങനെ നമ്മുടെ ബ്രെയിനിനെ നമ്മളിങ്ങനെ എത്ര എങ്ങോട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് എന്നൊക്കെ ഞാനൊരു ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഇടയ്ക്കിടെ പറഞ്ഞ പോലെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഹലോ, കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ 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 ഇതാരാ? അബ്ദുൽ സമദാണ്. അബ്ദുൽ സമദ്, എന്നാ ഉണ്ട്? വീട്ടിലൊരു ജാഥയുണ്ടോ? വീട്ടിൽ കുറെ നല്ല ബഹളമുണ്ട്. കുട്ടികളുണ്ടോ? ടിവിയുടെ സൗണ്ട് ആണോ അതോ കുട്ടികളുടെ സൗണ്ട് ആണോ? സൗണ്ട് കൊണ്ട് ടിവിയുടെ സൗണ്ട് ആണോ? കുട്ടിപ്പട്ടാളം എത്ര പേരുണ്ട് ഇവിടെ? 3 പേരുണ്ട്. 3 പേരുണ്ട്. ധാരാളം. ഡിങ്കിരി 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 പട്ടാളം, അതാണ് അവിടുത്തെ ഒരു മോഡ്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഐഷ, ഫാത്തിമ, ഹാജറ. ആയിഷ ഉണ്ട്, ഫാത്തിമ ഉണ്ട്, ഹാജറ ഉണ്ട്. ഈ 3 പേരിലും സിനിമയിൽ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ശരിയല്ലേ? 3 പേരിലും ഉണ്ട്. അപ്പൊ ഇത് ഈ പേരുകൾ ഇടാനുള്ളതിന് പിന്നിൽ അബ്ദുൽ സമദ് ആയിരുന്നോ? അല്ല, ഞാൻ തന്നെ. വാപ്പായും ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്നാലും ഞാൻ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, അബ്ദുൽ സമദ് പാട്ട് പാടുവോ? ഇല്ല, ഞാൻ പാടില്ല. ആണോ? പാട്ട് പാടാതെ തന്നെ പേരുകൾ അങ്ങ് ഇട്ടതാണ്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അബ്ദുൽ സമദിനുണ്ടായിരുന്ന ഒരു കഴിവ് ചോദിച്ചാൽ എന്താ പറയാ?
നല്ല കഴിവുകളെ പ്രസംഗിക്കും. പ്രസംഗിക്കും. wow. അത് നല്ലൊരു കഴിവ് തന്നെയാണ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ. എന്ത് ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു കൂടുതൽ പ്രസംഗിക്കാറുണ്ടായിരുന്നത്? എന്ത് കാര്യത്തെ പറ്റി സംസാരിക്കും? 1 മിനിറ്റ്. 1 മിനിറ്റ് സംസാരിക്കും. എന്നാ സിമി ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. അയ്യോ അങ്ങനൊന്നും വേണ്ട ഇപ്പൊ. അല്ലല്ല ഞാനൊരു ഇപ്പത്തെ ഒരു എന്തോ ഇനിയോ ഒന്ന് ആക്ട് ചെയ്യാം ഞാൻ. എന്നെയോ? വേണ്ട, കുഴപ്പമില്ലല്ലോ. എന്നെ പറയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഫീൽ അടിക്കും. ഞാൻ എനിക്ക് കാണുന്ന പോലെയുള്ള ഇതൊന്നും അല്ല, ഞാൻ ഭയങ്കരമായിട്ട് പാവമല്ല, ഫീൽ ആവും. നല്ല അവതരണമാണ്. ഞാൻ വേറെ പ്രോഗ്രാമിനൊക്കെ ഈ ഓണത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടായിരുന്നു. നിങ്ങളുടെ ജഡ്ജസ് ആയിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിങ്ങളെ പറ്റിയൊക്കെ വായിച്ചായിരുന്നു. താങ്ക് യു എന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞതിലൊത്തിരി നന്ദിയുണ്ട്. പിന്നെ വളരെ നല്ല, അതായത് ബോറടിക്കില്ല. അതാണ് സിമി, ബോറടിക്കില്ല, എപ്പോഴും സംസാരിച്ചോണ്ടേയിരിക്കും. ആണോ? നിങ്ങക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ഒരു ഒഴുക്ക് പോലെയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് ഈ ചാനലിൽ ചില സമയത്ത് കാണാനായിട്ട്. താങ്ക് യു. സന്തോഷ ആശ്രുക്കൾ വരുന്നുണ്ട് കേട്ടോ അബ്ദുൽ സമദ്. ഓക്കെ, ഞാനൊരു എന്താണെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളാന്ന് പറഞ്ഞോണ്ട് എനിക്ക് കേൾക്കാൻ ആണോ? എന്നാലും ചുമ്മാ എന്തിനെ കുറിച്ചൊക്കെ പറയായിരുന്നു. ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആടുജീവിതം. ഞാൻ ആ സിനിമ കണ്ടില്ല. ഞാനും കണ്ടില്ല. ടെൻഷൻ അടിക്കാൻ വയ്യ. എനിക്ക് എന്തോ മനസ്സിലയ്യോ അത് ഭയങ്കര ദുഃഖവാ, ദുരിതവാ. സെയിം ആണ്, ഞാനും കണ്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നോ? അതെ, ദുഃഖത്തിനേക്കാൾ ഉപരി ഒരാളുടെ ജീവിത സാഹചര്യം കൊണ്ട് പലപ്പോഴും അകപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ കഥയായിട്ട് തോന്നുന്നു നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ രാജ്യം തരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC കൺട്രീസ് നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങള് ചില സമയങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പരിമിതി കൂടെ എനിക്ക് അതിനെപ്പറ്റി ഉണ്ട്. ആ ഒരു സിനിമ കണ്ടപ്പോഴേ ഒരുപാട് നമുക്ക് ഈ ഒരു നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒക്കെ പോലുള്ള രാജ്യം ഇത്രയും പുരോഗതി പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗൾഫിന്റെ ഒരു വരവ് തന്നെയാണ്. ഗൾഫിന്റെ പണം ഒരു മാസം ഇല്ലാതായി പോയാല് ഒരുപാട് അനാഥാലയങ്ങൾ പോലും നമ്മുടെ നാട്ടില് അസ്തമിച്ചു പോകും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന്റെ പോസിറ്റീവ് വശം കൂടെ നമ്മൾ കാണാതെ പോകുന്നു എന്ന് ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് അതിനകത്ത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉത്തരവാണ് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഒരു മനുഷ്യന്റെ ഒരു പോസ്റ്റ്, എനിക്കൊന്നും അറിയത്തില്ല, ചില കുറെ പേര് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജിൽ വരുമല്ലോ, അല്ലാതെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അതിൽ എഴുതിയിരിക്കുന്നു, സൗദി അറേബ്യനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ സൗദിയിൽ ഒന്നും ഇല്ലാതായിട്ട് വന്നിട്ട് ഞാൻ വളരെ വലിയ നിലയിലെത്തി. അപ്പൊ അങ്ങനെ ഒരു വശം കൂടെ ഉള്ള ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പം അതിനെ മൂവിയെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനെ വളരെ ഇതായിട്ട് കാണിച്ചു, ഒരു രാജ്യത്തെ ആണല്ലോ അതങ്ങനെ ഒരു റെപ്രസെന്റ് ചെയ്ത പോലെ കാണിച്ചു എന്നും പറഞ്ഞും ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് എല്ലാ GCC കൺട്രീസും നമ്മളൊക്കെ നിലനിൽക്കുന്നത് തന്നെ ഈ രാജ്യം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UAE എന്നുള്ളൊരു രാജ്യം ഇന്ത്യയെ നമ്മൾ എത്ര സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു രാജ്യമാണല്ലേ? സംശയം എന്താണ്? ഇവിടുത്തെ ഭരണാധികാരികൾക്ക് 1000 താങ്ക്സ് മതിയാവില്ല. തീർച്ചയായിട്ടും. ഞാനും ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമുക്ക് ഇവിടുത്തെ ലോക്കൽസിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം. എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവര് നമ്മുടെ ഇവിടെ താമസിക്കാൻ ലെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഈ കുട്ടികളോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, എപ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയും. കാരണം അവരൊക്കെ വലിയ ആളുകൾ, അവരൊക്കെ എന്തുമാത്രം നല്ല ആളുകളായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. വളരെ വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് കേട്ടോ. എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. നന്നായി സംസാരിക്കാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നല്ലൊരു പ്രാസംഗികനാണേ. ഐ അപ്രിഷിയേറ്റ്. ഓക്കെ, നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കുട്ടി പട്ടാളത്തിനെയൊക്കെ റെഡി ആക്കിക്കോ, അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണോ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ് പറഞ്ഞു. ഹലോ, നിന്നു. ഇമേജ് ആണ്. ഇമേജ്. അപ്പം ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കണേ. TV ഓൺ ചെയ്യട്ടെ. TV ഓൺ അല്ലായിരുന്നു. ഓണാക്കി. അപ്പം ഇപ്പൊ ഇമേജ് വരും. ഒരു തവണ കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണ്. ഇമേജ് ഞാൻ അവിടെ വൈഫ് ഉണ്ടോ? വൈഫുണ്ട്. അവര് പിന്നെ കടന്നുണ്ടോ നോക്കി വന്നിട്ടില്ലല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുക അവിടെ TV ഓൺ ആവാൻ വേണ്ടിട്ട്.
ആ ഓക്കെ. നീ നടൻ ആരാന്നാ പറയേണ്ടത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പറയാൻ പറ്റുമായിരിക്കും. കാർത്തിക് ആണോ, ഡാനിയൽ ആണോ, ഡെന്നി ആണോ? ഡെന്നി. കാർത്തിക് ആണോ, ഡാനിയൽ ആണോ, ഡെന്നി ആണോ? കാർത്തിക്കോ? സിനിമ നടൻ കാർത്തികിന്റെ ഫോട്ടോ ആണോ? നീ എന്തോ നോക്കുന്നത്? ഡെന്നി ആണെങ്കിൽ അടിച്ചു നോക്ക്. ഡെന്നി അറിയത്തില്ല, 3 പേരെ അറിയത്തില്ല. അതിന്റെ ഉത്തരം ഇവിടെ കാണിച്ചു കേട്ടോ. ഡാനിയൽ എന്ന് പറഞ്ഞ ആക്ടർ ആണത്. ആണോ? എനിക്ക് അറിയത്തില്ല. ഡാനിയൽ ബാലാജിയോ? ഓർമ്മയോ? നമുക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. വേട്ടയാട് വിളയാട് കണ്ടതാണോ? വേട്ടയാട് വിളയാട് എന്നുള്ള സിനിമ കണ്ടതാണോ? അതിന്റെ അകത്ത് കമലഹാസന്റെ കൂടെ കണ്ടില്ല. ഹീസ് എൻ അമേസിംഗ് ആക്ടർ. ഡാനിയൽ ബാലാജിനെ സെർച്ച് ചെയ്താൽ മതി. ഈ ആള് വളരെ അടുത്ത് മരിച്ചുപോയി. ഈസ് എ യങ് ആക്ടർ ആക്ച്വലി. അത്ര പ്രായമുള്ള ആളൊന്നും അല്ല. പക്ഷെ വില്ലൻ ആയിട്ടൊക്കെ എനിക്കൊന്ന് മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരം വില്ലത്തരമാണ്. പറഞ്ഞ ഒരു സിനിമയില് എനിക്ക് തന്നെ ജ്യോതികാനെ ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ്. ഒരു പ്രത്യേക സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഡാനിയൽ ബാലാജി കേട്ടോ. അത് നമ്മൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ഇട്ടതായിരിക്കും കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമുക്ക് പിന്നെ കാണാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അരുണ എന്നാണ് പേര്. അരുണ. യെസ്. ആദ്യമായിട്ട് വിളിക്കാണോ? ആദ്യമായിട്ട് വിളിക്കാതെ. ആണോ? അരുണ എവിടുന്നാ വിളിക്കുന്നത്? എന്ത് ചെയ്യുന്നു? നാട്ടിലെവിടെ? എല്ലാം പറഞ്ഞു. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിവിടെ ഫൈനാൻസില് വർക്ക് ചെയ്യുന്നു. നാട്ടില് കോട്ടയം. ആണോ? കോട്ടയത്ത് എവിടെയാ? ഇതേ നിൽക്കുന്നു. കോട്ടയത്ത് പ്രോപ്പർ ഏറ്റുമാനൂർ. ആന്നോ? ഞാൻ കഞ്ഞിക്കുഴി. ഓക്കെ. അപ്പൊ നമ്മൾ അയലോക്കംകാരാണല്ലോ. അയലോക്കംകാരാ? ഏറ്റുമാനൂർ അമ്പലത്തിന്റെ ഒക്കെ അടുത്താണോ? അടുത്തായിട്ടാണ് അത്. പള്ളി ഉണ്ടോ? പള്ളി. ഏറ്റുമാനൂർ പള്ളി ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളി, കുരിശുപള്ളി, അതൊക്കെയാണ് അവിടെ ഫേമസ്. അരുണ, നല്ല പേരാ കേട്ടോ. അരുണ, നമുക്ക് സമയം വളരെ അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം തീരാനായിട്ടാണ്. അരുണ, ഇനി ഞങ്ങളുടെ പരിപാടിയിലേക്ക് വിളിക്കണം. അപ്പൊ കൂടുതൽ സംസാരിക്കാം. ഇന്ന് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ അരുണ. അരുണ നല്ല പേര് കേട്ടോ. അരുണ. അങ്ങനെ ആരെയും ആണല്ലേ? എന്റെ മനസ്സിൽ വന്നു പോയി. ചെറുതാകുമ്പോ നന്നായി വിളിക്കണ്ടാവല്ലേ? എന്റെ വന്നു പോയി. എനിക്കത് കൺട്രോളാണ് എല്ലാരും വിളിക്കുക. ഓക്കെ. അരുണ അല്ല, അരുണയും തെറ്റിപ്പോന്നു. അരുണ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. നന്നായി. പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടേ യുവർ ചോയ്സ്. അരുണക്ക് എന്ത് വേണമെന്ന് പറ. ഇമേജ് വേണോ? മ്യൂസിക് വേണോ? GK വേണോ? മൂവി വേണോ? മ്യൂസിക്. അരുണ പാട്ടുകാരിയാണോ? അങ്ങനെ അത്യാവശ്യം പാടും. ആണോ? ഒന്ന് മ്യൂസിക് പറഞ്ഞു എന്നിട്ട് നോക്കാം നമ്മുടെ സമയം അനുസരിച്ച്. ഓക്കെ. മ്യൂസിക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. കേട്ടോണേ. ഓക്കെ. കേക്കാൻ പറ്റുമോ അവിടെ? ഇല്ല, എനിക്കൊന്നും കേൾക്കുന്നില്ല. ടിവിയുടെ വോളിയം വെക്കണോ? വെക്കോ. ഓക്കെ. ഞാൻ ഫോണിലാ ശ്രദ്ധിക്കുന്നത്. ആന്നോ? ഒരു പ്രാവശ്യം കൂടെ കേട്ടോ. ഇല്ല, കേട്ടില്ല. ഒന്നും കൂടി ഇടുവോ? ഞാൻ ടിവിയുടെ വോളിയം വെച്ചത്. ഒന്നുകൂടെ ഇടാം. ഏത് സിനിമയിലെ ബീജിയമാണ്? ജല്ലിക്കെട്ട്, യു ടേൺ, കുരുതി. ജല്ലിക്കെട്ടാണോ, യു ടേൺ ആണോ, കുരുതിയാണോ? കേട്ടിട്ട് ഒരു ഐഡിയ പെട്ടെന്ന് പറയോ? കേട്ടിട്ട് ജല്ലിക്കെട്ട് പോലെ തോന്നുന്നു. നോക്കാം. കേട്ട പോലെ അങ്ങ് പറഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പെട്ടെന്ന് പറയാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഒന്നുകൂടെ സ്റ്റോപ്പിക്കോ? പറഞ്ഞു. സ്റ്റാർട്ട്. Again it not again. Okay. മൂവീസ് ആണ് വന്നിട്ട്. ഇമേജ്. അപ്പം ടിവിയിലോട്ട് നോക്കണം. ഇമേജ് ആണ്. സൂക്ഷിച്ച് കണ്ണൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കണ്ണൊക്കെ തള്ളിയിരുന്ന് നോക്കിക്കോ. ഞങ്ങൾ ഇങ്ങനെയാ നോക്കുന്നത്.
ഒന്നാമത് എന്റെ കണ്ണെങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഈ മ്യൂസിക്കൽ ഉപകരണം ഏതാണെന്നാണ് പറയേണ്ടത്. വന്നിട്ടില്ല അതുവരെ ടിവിയില്. വന്നിട്ടില്ലേ? ഇല്ല ഇല്ല. ക്ലാരിനെറ്റ് ആണോ ട്രംപറ്റ് ആണോ ഒബോ. ആ സാധനമാണോ? ക്ലാറിനെറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലാരിനെറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ. അയ്യോ, ട്രംപറ്റ് ആയിരുന്നു. ട്രംപറ്റ് അല്ല സി ആയിരുന്നു. അതിനുള്ള 2 വരി പെട്ടെന്ന് പാടാവോ? അയ്യോ ഇപ്പൊ എനിക്ക് പനിയാ. ആ, അന്ന് അടുത്ത പ്രാവശ്യം വിളിക്കാൻ പാടണേ. അടുത്ത തവണ ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ എന്തായാലും സിമി ആൻഡ് ഷഹനാസ് നമുക്ക് സംസാരിക്കാവേ. അതാ ഹായ്. ഹലോ ഹലോ. ഹായ്, ഫെമീനയാണേ. ആരാ? ഫെമീന. ഫെമീന. എന്നാ ഉണ്ട് ഫെമീന വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആണോ? ഫെമീന ഇതിന് മുന്നേ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, നന്നായി. നമുക്കിപ്പൊ ശരിയാക്കി തരാം. ഫെമീന ഫെമീന എവിടുന്നാ വിളിക്കുന്നേ? നാട്ടിലെവിടാ? നാട്ടില് ഹരിപ്പാട്. ആ, ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പം ഒപ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഇവിടെ വീട്ടിൽ ഫുഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാ? അതെ അതെ അതെ. ആണല്ലേ, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഓണമൊക്കെ അടിപൊളിയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആണോ? ഫെമീനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? വാട്ട് ഈസ് യുവർ ഹോബി? മെഹന്തി. മെഹന്തി ഇടും. മെഹന്തി ഇടുവോ? പേജ് ഒക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പേജ് പേജ് അംജൂസ് എന്ന് പറഞ്ഞിട്ട് മോളുടെ ഇതിലായിട്ടേക്കുന്ന. അംജൂസ് ഉള്ള പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെമീനെ കാണാൻ പറ്റും കേട്ടോ. ആൾക്കാരെ നന്നായിട്ട് മെഹന്തി കോണ്ടാക്ട് ചെയ്തു ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യും നല്ലതാണോ കേട്ടോ. എനിവേ, അപ്പൊ അത് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ കേട്ടോ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. ഇമേജ് ആണ്. നമ്മള് സ്ക്രീനിൽ ഒരു പിക്ചർ കാണിക്കും, പെട്ടെന്ന് പറയണം കേട്ടോ. ഈ സ്ഥലം എവിടെയാണ്? കണ്ടോ? പിക്ചർ കണ്ടോ? കണ്ടില്ല വന്നിട്ടില്ല. ഓപ്ഷൻസ് പറഞ്ഞോ. റഷ്യ, ജോർദാൻ, അജ്മാൻ. അതെവിടാന്ന് ഈ പറയാം. സ്ഥലം എവിടെയാണെന്ന് കേട്ടോ. ഈ സ്ഥലം എവിടെയാണ്? റഷ്യ, ജോർദാൻ. സ്കാൻ ചെയ്യൂ, കണ്ണുകൾ സ്കാൻ ചെയ്യൂ. സൂം ചെയ്ത് നോക്കിക്കോളൂ. അജ്മാൻ. അറിയത്തില്ല, നമുക്ക് നോക്കാം. അജ്മാൻ, ജോർദാൻ ആയിരുന്നു കേട്ടോ. അജ്മാൻ എന്റെ തിട്ടപ്പത്തേക്കും എതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഓപ്ഷൻ ഇടുന്നൊക്കെ ഭയങ്കര ബുദ്ധിപരമായിട്ട്. ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളുടെ ഇതിന് പിന്നിൽ കറുത്ത കരങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഫെമിന, നൈസ് ടോക്കിംഗ് ടു യു. വെളുത്ത കരം, ഇരുനിറം. ഓക്കെ, അപ്പം ഫെമിനെ വീണ്ടും വിളിക്കുമ്പോ ഞങ്ങളെ കൂടുതൽ സംസാരിക്കും. അപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ക്വസ്റ്റിലേക്ക് പോയി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിന്ന് കുറെ കോളേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കുറെ പുതിയ കോളേഴ്സ് ഉണ്ടായിരുന്നു. അതെ, വിന്നേഴ്സ് ഒന്നുമില്ല എന്നല്ലേ? അത് സാരമില്ല. എന്നാലും നമ്മൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിൽ. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ഒക്കെ വരട്ടെ. ഓണമൊക്കെ ഇനിയും സെലിബ്രേഷൻസ് നടക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. വി കൻ ഡു ഇറ്റ്. അപ്പം അടിപൊളിയായിട്ടിരിക്കുക. കീപ് സേഫ്, കീപ് സ്മൈലിംഗ്, ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം സിമി ആൻഡ് ഷഹനാസ്. ഗുഡ് നൈറ്റ്.